കുട്ടികളിൽ പലരും തന്നെ ഈ നീറ്റ് 2027 വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത ആൾക്കാരായിരിക്കും. അതായത് നിങ്ങൾ നമ്മളുടെ +1 പഠിച്ചുകൊണ്ട് നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. അപ്പം നിങ്ങളുടെ നീറ്റ് പ്രിപ്പറേഷൻ റൈറ്റ് ഡയറക്ഷനിലാണോ എന്നെങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം? അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്? അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടി നോക്കാം. അപ്പം നമ്മൾ നീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു അല്ലെങ്കിൽ നീറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും എന്ത് ആഗ്രഹത്തിന്റെ പുറത്തായിരിക്കും വന്നത്? നിങ്ങൾക്ക് ഒന്നുകിൽ ഒരു ഡോക്ടർ ആവണം അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലേക്ക് വരണം അല്ലേ? ആ ഒരു ആഗ്രഹമുള്ള മക്കളാണ് നീറ്റ് എക്സാം എഴുതുക. അപ്പൊ ആദ്യം തന്നെ ഈ ഒരു പോയിന്റ് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നീറ്റ് എക്സാമും അതിന്റെ പ്രിപ്പറേഷനും അതിന്റെ കാര്യങ്ങളും അത് കഴിഞ്ഞ് നിങ്ങളൊരു MBBSലേക്ക് പോകുന്ന സമയത്ത് അപ്പൊ അവിടെ ഉണ്ടാവുന്ന സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ താങ്ങാൻ പറ്റുന്നതൊക്കെയാണ്. എപ്പോഴാണ് താങ്ങാൻ പറ്റുക? നിങ്ങൾക്ക് അതിനു വേണ്ടി അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ, അതായത് നീറ്റാണ് നിങ്ങളുടെ ആഗ്രഹം, ഡോക്ടർ ആവാൻ നിങ്ങളാണ് നിങ്ങളുടെ ആഗ്രഹം, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യാന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ ഡിസയർ ബേസിക്കലി അതാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അല്ലാതെ പാരൻസിന്റെ നിർബന്ധം കാരണോ നാട്ടുകാരുടെ നിർബന്ധം കാരണോ അല്ലെങ്കിൽ കുടുംബത്തിന് നമുക്കൊരു അഭിമാനത്തിന് വേണ്ടിയിട്ടോ നിങ്ങൾ ഈ ഒരു ഫീൽഡ് എടുക്കരുത്. അതിന് വേണ്ടിയിട്ടുള്ളതല്ല ഈ ഒരു ഫീൽഡ്. അപ്പം നമ്മൾ ഈ ആഗ്രഹിച്ചാണ് ഈ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തീർച്ചയായിട്ടും അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ പറ്റും. കാരണം ഈ നീറ്റ് എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടഫായിട്ടുള്ളൊരു എക്സാം അല്ല. പക്ഷെ എന്തുകൊണ്ടാണ് നീറ്റ് എക്സാം ഇത്രയധികം ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്രയധികം കോമ്പറ്റീറ്റീവ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം കുട്ടികൾ എഴുതുന്ന ഒരു എക്സാമാണ്. അതായത് കഴിഞ്ഞ വർഷമൊക്കെ നോക്കുകയാണെങ്കിൽ 23-24 ലക്ഷത്തോളം കുട്ടികൾ എഴുതിയിട്ടുള്ള ഒരു എക്സാമാണ് നീറ്റ് എക്സാം. അതിന് പോകെ പോകെ കൂടി വരാനേ പോകുന്നുള്ളൂ. ആൻഡ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഡെപ്തിനേക്കാൾ കൂടുതൽ വാസ്റ്റ് ആണ്, കുറേ സിലബസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഓർത്തിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു ദിവസത്തിൽ നമ്മൾ നീറ്റ് എക്സാം എഴുതുമ്പോൾ വേണ്ടത്. അപ്പോൾ നിങ്ങൾ അത്രയും ആഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്തായിരിക്കും വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രിപ്പയർ ചെയ്യും. ആഗ്രഹം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടൈമും എനർജിയും വേസ്റ്റ് ചെയ്യലായിരിക്കും. അപ്പോൾ നിങ്ങൾ അത്രയും ആഗ്രഹമുള്ള മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ഗോ ഫോർ ഇറ്റ്. ഇനി അടുത്തത് നമുക്ക് വേണ്ടതാണ് എബിലിറ്റി. അപ്പൊ പലരും ചിന്തിക്കാറുണ്ട്, നീറ്റ് ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം അല്ലേ, ഇതിന് പ്രിപ്പയർ ചെയ്യാൻ ഭയങ്കര കഴിവ് വേണം, ഭയങ്കര ബുദ്ധി വേണം, ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാർക്ക് മാത്രമേ നീറ്റ് എക്സാം കിട്ടൂ. അല്ല, ഇവിടെ നമുക്ക് വേണ്ടത് കഴിവ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്, അല്ലെങ്കിൽ ബുദ്ധി എന്നുള്ള സാധനമല്ല. ഇവിടെ നമുക്ക് വേണ്ടത് ഹാർഡ് വർക്കാണ്. നിങ്ങൾ തന്നെ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും പല ആൾക്കാരും പറയുന്നത് അവർ +2 അവർക്ക് അത്ര മാർക്സ് ഉണ്ടായിരുന്നില്ല, +2 ഏകദേശം ഫെയിൽ ആവേണ്ടതായിരുന്നു, പക്ഷെ പിന്നെ നീറ്റ് റിപ്പീറ്റ് ചെയ്തിട്ട് അവർക്ക് റാങ്ക് കിട്ടിയ ആൾക്കാരുണ്ട്. അപ്പൊ അവിടെ അവർ കഴിവില്ലാത്തത് കൊണ്ടല്ല അവർക്ക് +2 മാർക്സ് കിട്ടാത്തത്. അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കഴിവുള്ള മക്കൾ തന്നെയായിരിക്കും, പക്ഷെ നീറ്റ് എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളിങ്ങനെ essay കണക്കിന് എഴുതി ചിലപ്പോൾ അവർക്ക് എന്താണ് ഇങ്ങനെ കുറേ essay ടൈപ്പ് എഴുതാനായിരിക്കും അവർക്ക് പറ്റാത്തത്. അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരുടെ മാർക്ക് കുറഞ്ഞത്, അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ പ്രോപ്പർ ഗൈഡൻസ് കിട്ടാത്തതുകൊണ്ടായിരിക്കാം. അപ്പം നീറ്റ് എക്സാമിന്റെ എബിലിറ്റി എന്ന് പറയുമ്പം അവിടെ നമുക്ക് വേണ്ടത് ഹാർഡ് വർക്കാണ്, കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് ആണ്, സെൽഫ് ഡിസിപ്ലിൻ ആണ്. നിങ്ങൾക്ക് ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏബിൾ ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ബയോളജി സയൻസ് എടുത്ത് ഇപ്പോൾ +1 എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് അല്ലേ? ഇനി നമുക്ക് വേണ്ട ഒരു കാര്യം പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് ആണ്. അതായത് ഇപ്പം നമ്മൾക്കൊരു ഒരു സ്ഥലത്തേക്ക് പോകണം, ഒരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരോടും ചോദിക്കാതെ ചോദിച്ചല്ലേ, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള മാപ്പോ പ്രോപ്പർ ആയിട്ടുള്ള വഴിയൊന്നും ഇല്ലാതെ നമ്മൾക്ക് ഇങ്ങനെ പോകാം, ഒരു ഡയറക്ഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് പോവാം. അപ്പം നമ്മൾ എത്തും, പക്ഷെ എപ്പോഴെങ്കിലും എത്തും അല്ലേ? പക്ഷേ നേരെ മറിച്ച് നമുക്കൊരു ഗൂഗിൾ മാപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും ചോദിച്ച് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ വരണം എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് സമയത്ത് എത്തേണ്ട സ്ഥലത്തെത്തും. അതാണ് ഈ ഒരു നീറ്റ് എക്സാമിന്റെ ഗൈഡൻസ് കൊണ്ടുള്ള മെയിൻ ഒരു കാര്യം. അതായത് നമ്മൾ മിസ് നേരത്തെ പറഞ്ഞു, നമുക്ക് നീറ്റിന് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചു പോകാം, പക്ഷെ അത് മറന്ന് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസിലോട് കൂടി കറക്റ്റ് സിലബസ് വെച്ച് പഠിച്ചു പോകാം. അപ്പൊ എന്തെങ്കിലുമൊക്കെ പഠിച്ചു പോകുമ്പോൾ ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് 2 വർഷമാണ് നമ്മളുടെ +1 +2ന്റെ കൂടെ നീറ്റ് നമ്മൾ പഠിക്കാം. ആ സമയത്ത് നമുക്ക് ഈ നീറ്റ് പ്രിപ്പറേഷൻ അല്ലാതെ വേറെയും കുറേ കാര്യങ്ങളുണ്ട്. അതിനിടയിൽ നിങ്ങൾ പ്രോപ്പർ ഗൈഡൻസിലൂടെ അല്ല പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടാകും. അത് ചിലത് വേണ്ടതായിരിക്കും, ചിലത് വേണ്ടാത്തതായിരിക്കും. അങ്ങനെ എന്തൊക്കെയോ ചെയ്യാതെ കറക്റ്റ് വേണ്ടത് കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് +1 +2ന്റെ കൂടെ തന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നിങ്ങളെ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ
അവിടെയാണ് നമ്മളുടെ ഗൈഡൻസിന്റെ ആവശ്യം. അപ്പോൾ അത് നിങ്ങൾ ഓൾറെഡി എവിടെയും ട്യൂഷൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എക്സാമിനറിന്റെ പൃഥ്വി ബാച്ചിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ സെറ്റ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് തരാൻ നിങ്ങളുടെ പാരൻസോ ടീച്ചേഴ്സോ ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യാം. ചിലപ്പോൾ നിങ്ങളുടെ മെന്റേഴ്സ് ആരെങ്കിലും ആയിരിക്കും. അങ്ങനെ ഉണ്ടെന്നുള്ളൊരു കാര്യം, അതായത് നമ്മൾ പോകുന്ന വഴി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് ആരുടെയെങ്കിലും ഒരു ഹെൽപ്പ് വേണം. ഓക്കെ, ഇത് നമുക്ക് വേണ്ടതാണ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും അതിനുള്ള ചാൻസ് കൂടുക, അതായത് നീറ്റ് ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത കൂടുക. അപ്പോൾ പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് നീറ്റൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ +1 +2ൻ്റെ കൂടെ ഞാൻ പഠിക്കുന്നില്ല, ഞാൻ അതിനുശേഷം റിപ്പീറ്റ് ചെയ്തോളാം എന്ന്. അപ്പം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്തിനാ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യാതിരിക്കുന്നത്? അതിൻ്റെ കാര്യം എന്താ? കാരണം റിപ്പീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഓൾറെഡി അവർ +1 +2 പഠിച്ച് അവർ നീറ്റ് എക്സാം എഴുതി, പക്ഷെ എന്തായിരിക്കും അവർക്ക് കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള റാങ്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നു. അതായത് അവർ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് +1 +2ൻ്റെ കൂടെ, എന്നിട്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലേ? നീറ്റ് കിട്ടുന്ന മെജോറിറ്റി ആൾക്കാരും എന്താണ്, റിപ്പീറ്റേഴ്സും റിപ്പീറ്റേഴ്സും ഒക്കെ തന്നെയാണ്. അതിനൊരു കാരണം, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ +1 +2 പഠിച്ചിട്ടില്ല എന്നുള്ളതല്ല. അവർക്ക് ഒന്നുകിൽ കുറച്ചുകൂടി നല്ല റാങ്ക് വാങ്ങി കുറച്ചുകൂടി പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോകുന്ന, അതിൽ കുറച്ച് വിഭാഗം കുട്ടികളുണ്ട് കേട്ടോ, ഫസ്റ്റ് ചാൻസിൽ തന്നെ ക്വാളിഫൈ ചെയ്ത് ഏറ്റവും അടിപൊളി ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിക്കുന്ന മക്കളുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇനിയിപ്പോൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിലും ഫസ്റ്റ് ചാൻസിൽ ക്വാളിഫൈ ആണെങ്കിൽ അത്രയും നല്ലത്. ഇനി അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള റിസൾട്ട് വേണം, ചിലപ്പോൾ അന്നത്തെ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആവുന്നുണ്ടോ, പല കാരണങ്ങൾ കാരണം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ കൂടെ നിങ്ങൾ +1 +2ൻ്റെ കൂടെ നീറ്റ് പഠിക്കുന്നുണ്ട് തെറ്റുണ്ടോ? ഇല്ല. കാരണം നമുക്കൊരു ഡിഫറെൻറ്റ് സിലബസ് അല്ല. നമ്മളുടെ സിലബസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മളുടെ സിലബസ് എന്താണ്, NCERT തന്നെയാണ്. അത് തന്നെയാണ് നിങ്ങൾ +1 +2 പഠിക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി മനസ്സിലാക്കി പഠിച്ച് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും, ഇനി അതുമല്ല നിങ്ങൾ കുറച്ചുകൂടി അത് നീറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ഇനിയിപ്പോൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക, നേരത്തെ തന്നെ പഠിക്കുക. അതായത് +1 +2 നിങ്ങൾ വെറുതെ ഉഴപ്പിക്കളഞ്ഞ് ലാസ്റ്റ് നീറ്റിന് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യും. അത് ചിലപ്പോൾ നിങ്ങൾ റിപ്പീറ്റേഴ്സിലേക്ക് എത്തിക്കും. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോഴത്തെ നിങ്ങളുടെ എയിം എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കരുത്, ഫസ്റ്റ് ചാൻസിൽ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതായിരിക്കണം. ആ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇനി അത് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് വിചാരിച്ച മാർക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം. പക്ഷെ അവിടെ നമുക്ക് എന്താണ്, നമ്മൾ ആ റിപ്പീറ്റ് ചെയ്യുന്ന ആ ഒരു സമയം നമ്മൾ കുറച്ചുകൂടി സ്ട്രോങ് ആവുകയുള്ളൂ, കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആവുകയുള്ളൂ, കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ. ആൻഡ് ഈ ഒരു നീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ മെമ്മറി വെച്ചിട്ടുള്ളൊരു കളിയാണ്. നമ്മൾ +1 +2 ഓക്കെ പഠിച്ചിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുക്കുകയാണ് ഒരൊറ്റ ദിവസം. അപ്പോൾ അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു സമയത്ത്, നമ്മൾ വിചാരിച്ച ആ ഒരു ദിവസത്തിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഇതെല്ലാം ഓർമ്മ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്തെങ്കിൽ മാത്രമേ, പ്രത്യേകിച്ച് ബയോളജിയുടെ ഒക്കെ കാര്യത്തിൽ നമുക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ നമുക്കൊരു ക്രാഷ് കോഴ്സ് ചെയ്ത് ഞാൻ അങ്ങ് നീറ്റ് റാങ്ക് വാങ്ങാൻ പറ്റില്ല. ഈ ക്രാഷ് കോഴ്സ് ഒക്കെ ആർക്കാണ് യൂസ്ഫുൾ ആവുക, ഓൾറെഡി +1 +2 നല്ലോണം പഠിച്ച് ലാസ്റ്റ് മിനിറ്റിൽ അവരുടെ പ്രിപ്പറേഷൻ ഒന്നുകൂടി സ്ട്രോങ് ആക്കാനൊക്കെ ആണെങ്കിൽ യെസ്. ഇനി രണ്ടാമത്തത് ആർക്കാണ്, ഇതുവരെ പഠിച്ചിട്ടില്ല, അടുത്ത വർഷം റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, അപ്പോൾ എങ്ങനെയാണ് നീറ്റിൻ്റെ കാര്യങ്ങൾ എന്നൊന്ന് മനസ്സിലാക്കാനാണെങ്കിൽ ഓക്കെ. ഇനി അതുമല്ല, ലാസ്റ്റ് മിനിറ്റിലാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് നീറ്റ് നോക്കി കളയാം, അപ്പോൾ ഇതെനിക്ക് പറ്റുമോ പറ്റില്ലയോ എന്ന് അറിയണം, പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കണം, യെസ് ക്രാഷ് ഇസ് ഫൈൻ. അതല്ലാതെ നിങ്ങളൊരു സീരിയസ് ആസ്പിറൻ്റ് ആണെങ്കിൽ, ഇപ്പോഴേ നിങ്ങൾ സീരിയസ് ആണെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലേക്ക് പോകരുത്, സ്റ്റാർട്ട് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക, റിവൈസ് ചെയ്യുക. ഓക്കെ, ആൻഡ് അവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് സിലബസ്. കാരണം നമുക്ക് നീറ്റിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഒത്തിരി ബുക്സ് അവൈലബിൾ ആണ് അല്ലെ, കുറേ കാര്യങ്ങൾ, കുറേ മക്കൾ നമ്മൾ നീറ്റിന്, ഇപ്പം നമ്മൾ എക്സാമിനറുടെ പൃഥ്വി ബാച്ചിൽ +1 നീറ്റ് ബാച്ചാണ്. അപ്പോൾ നമ്മളവിടെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ ചോദിക്കാൻ മിസ് ഇത്രേ ഉള്ളോ, ഇതിലും കൂടുതലില്ലേ? അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അയ്യോ ഇവർക്ക് ഇപ്പോഴും സിലബസിനെ കുറിച്ച് വലിയ ധാരണ ഇല്ല എന്നുള്ളത്. അതായത് നമ്മളുടെ നീറ്റ് എക്സാമിന് NTA റിലീസ് ചെയ്തിട്ടുള്ള ഒരു സിലബസ് ഉണ്ട്. ഓക്കെ, ആ സിലബസിലുള്ളത് നിങ്ങൾ പഠിച്ചാൽ മതി. അല്ലാതെ നിങ്ങൾ ബയോളജി ഓരോ ചാപ്റ്റേഴ്സിലും റിസർച്ച് ചെയ്യുന്ന രീതിയിൽ പഠിക്കണ്ട, അത് നിങ്ങൾക്ക് ആവശ്യമില്ല. അത് റിസർച്ച് ചെയ്യുന്ന സയന്റിസ്റ്റ് ആവാൻ പോകുന്ന ആൾക്കാർക്കാണ് അത്രയും ആവശ്യം. നിങ്ങൾക്ക് എന്താണ്, ഇതൊരു ക്വാളിഫയിങ് എക്സാം ആണ് ഫോർ MBBS. അപ്പോൾ നിങ്ങൾക്ക് MBBSന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വാളിഫയിങ് എക്സാമിന് എന്തൊക്കെ പഠിക്കണോ അത് നിങ്ങൾ പഠിച്ചാൽ മതി.
ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ ആദ്യം NTA റിലീസ് ചെയ്തിട്ടുള്ള സിലബസ് എന്താണെന്ന് മനസ്സിലാക്കണം. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി കിട്ടും. അത് ഡൗൺലോഡ് ചെയ്യുക, അത് മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പോഴും ലിവിങ് വേൾഡിന്റെ ചാപ്റ്റേഴ്സിൽ നമ്മൾ കറക്റ്റ് സിലബസിലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞാലും എനിക്ക് നമ്മുടെ സ്റ്റുഡന്റ് റിലേഷൻ വഴിയൊക്കെ മെസ്സേജ് വരാറുണ്ട്, മിസ് ടാക്സോണമിക് എയ്ഡ്സ് എടുത്തില്ലല്ലോ, ടാക്സോണമിക് എയ്ഡ്സ് പറഞ്ഞില്ലല്ലോ. ടാക്സോണമിക് എയ്ഡ്സ് ഡിലീറ്റഡ് ടോപ്പിക്, അപ്പോൾ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ സിലബസ് എന്താണെന്ന് എൻ്റെ മക്കൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ആൻഡ് റിസോഴ്സസ്, നമുക്ക് മാർക്കറ്റിൽ ഒത്തിരി ബുക്സ് അവൈലബിൾ ആണ്. അതെല്ലാം കൂടെ വാങ്ങിച്ചു വെക്കരുത്. അതെല്ലാം കൂടെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൺഫ്യൂഷൻ കൂടുകയുള്ളൂ. ഓക്കെ, എന്ത് പഠിക്കണം, അത് പഠിക്കണോ, ഇത് പഠിക്കണോ, മറ്റേ ബുക്ക് പഠിക്കണോ, ഈ ബുക്ക് പഠിക്കണോ, കൺഫ്യൂഷൻ ആവുള്ളൂ. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് NCERT ആണ്. NCERT +1 +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇതാണ് നിങ്ങളുടെ സിലബസ്. ഓക്കെ, ഇനി എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പം നമ്മളുടെ എക്സാമിൻ്റെ പൃഥ്വി ബാച്ചിലൊക്കെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇത് കൂടെ എക്സ്ട്രാ വരാറുണ്ട്. NCERT ടെക്സ്റ്റിൽ ഇല്ലാത്തത് പക്ഷേ സിലബസിലുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ബാച്ചിൽ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രോപ്പറായിട്ട് നോട്ട് ചെയ്യുക. ആൻഡ് കുറേ മക്കൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, നോട്ട്സ് എഴുതണോ? ഇത് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾ എങ്ങനത്തെ ഒരു പേഴ്സൺ ആണ്, നിങ്ങൾക്ക് നോട്ട് എഴുതിയാലാണോ തലയിൽ കയറുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതല്ല വായിച്ചു നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണോ, നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. പേഴ്സണലി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് നമ്മൾ NCERTയിലുള്ള കാര്യങ്ങൾ അതേപോലെ ഒരു നോട്ടിലേക്ക് പകർത്തിയോണ്ട് ടൈം വേസ്റ്റ് ആണ്. ടീച്ചർ ക്ലാസ്സിൽ എടുക്കുന്ന അതേ കാര്യങ്ങൾ ഒരു നോട്ടിലേക്ക് പകർത്തുന്നത് ടൈം വേസ്റ്റ് ആണ്. പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നു, നിങ്ങൾക്ക് മറന്നു പോകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. റെഡി? അങ്ങനെ നമ്മൾ ചെയ്ത് അവസാനം ഒരു ചാപ്റ്റർ ഒക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇപ്പം നമ്മുടെ നീറ്റ് ബാച്ചിലൊക്കെ ആണെങ്കിൽ നമ്മൾ ലൈവ് ക്ലാസ്സിലൂടെയൊക്കെ പഠിച്ചു, അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വർക്ക്ഷീറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ നോട്ടിൽ വേണമെങ്കിൽ ഒരു മൈൻഡ് മാപ്പ് പ്രിപ്പയർ ചെയ്യാം. അത് ആരും പ്രിപ്പയർ ചെയ്ത് തന്നതാവരുത്, നിങ്ങൾ സ്വയം പ്രിപ്പയർ ചെയ്തതായിരിക്കണം. നിങ്ങൾ തന്നെ സ്വയം പ്രിപ്പയർ ചെയ്തിട്ടുള്ളൊരു മൈൻഡ് മാപ്പ് ഉപയോഗിച്ച് നിങ്ങൾ റിവൈസ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങളെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോവുക, വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കൊണ്ടുപോവുക. ആ ഒരു ആഗ്രഹം അത്രയും സ്ട്രോങ് ആണെങ്കിൽ. ഇനി നിങ്ങൾക്ക് നമ്മളുടെ എക്സാമിനറിൻ്റെ കൂടെയാണ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പൃഥ്വി ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. താഴെ കാണുന്ന നമ്പറിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ലൈവ് ക്ലാസ്സും വർക്ക്ഷീറ്റും നോട്ട്സും ഒക്കെ എക്സാംസും എല്ലാം ഉണ്ടാകും. പ്രാക്ടീസ് ചെയ്യാം, മോർ ക്വസ്റ്റ്യൻസ്. അതായത് സിലബസ് ഇപ്പം മിസ് പറഞ്ഞു NCERT ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇതിൽ NCERTയിലെ കാര്യങ്ങൾ ഇങ്ങനെ ബൈഹാർട്ട് ചെയ്തുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ എത്രയധികം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എത്രയധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയധികം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പ്രത്യേകിച്ച് ഇപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ മെമ്മറിയാണ് നമുക്ക് അത്യാവശ്യം. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മെമ്മറിയിൽ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എത്രയധികം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയധികം നിങ്ങൾക്ക് ഒരു റിവിഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ കാണാം.